ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു യുണീക്കായിട്ടുള്ള ഒരു നൈറ്റി നെക്കാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഈ റൗണ്ടും സ്ക്വയറും ഒക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് നെക്ക് വിഡ്ത്ത് ഒരു 4.5 ഇഞ്ചസും ലെങ്ത്ത് 5 ഇഞ്ചസും മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് നെക്ക് വരച്ചെടുക്കണം. നമ്മൾ നൈറ്റിയിൽ വരച്ച അതേ മെഷർമെൻറ്റ്സിലുള്ള നെക്ക് നമ്മൾ ക്യാൻവാസിൽ വരച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 10 ഇഞ്ചസ് ലെങ്ത്തും 7 ഇഞ്ചസ് വിഡ്ത്തും ഉള്ളൊരു ക്യാൻവാസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ നൈറ്റിയിൽ ചെയ്ത മെഷർമെൻറ്റ്സിലുള്ള നെക്ക് വിഡ്ത്ത് 4.5ഉം ലെങ്ത്ത് 5ഉമായിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് തന്നെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ രണ്ട് ലൈൻസിൻ്റെയും ഇടയിൽ കൂടിയാണ് നമുക്ക് വേണ്ട നെക്കിൻ്റെ ഡിസൈന് വരച്ചെടുക്കുന്നത്. റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് അത് രണ്ട് ലൈൻസിൻ്റെയും ഇടയിലേക്കാണ് നമ്മൾ ഒരു സെമി സർക്കിൾ ഡിസൈന് വരച്ചെടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്കാലപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ വെറുതെ കൈവച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് നമ്മൾ വേറൊരു പീസ് ഫാബ്രിക്കിലേക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നൈറ്റി മെറ്റീരിയലിൽ വെച്ച് തേച്ചെടുക്കണം. നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്റർ പൊസിഷനിലാണ് അത് വെക്കുന്നതെന്ന് മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുത്ത നെക്ക് ഡിസൈന് നമ്മളിനി മറിച്ചെടുക്കണം. ഇനി ഒരു ലേസും കൂടി നമ്മൾ ഈ നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് അകലത്തിൽ വേറൊരു റൗണ്ട് ഷേപ്പും കൂടി ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മളൊരു റൗണ്ടും സ്ക്വയറും ഒക്കെ നൈറ്റി നെക്ക് ഡിസൈൻ അല്ലേ ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.